3 സവാള ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രം നിറയെ ഓണിയൻ റിങ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാള 3ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നടുവിലുള്ള ഈ ഒരു പോർഷൻ മാറ്റിയിട്ട് ബാക്കി എല്ലാ സവാളയും നമുക്കൊന്ന് റിങ്ങായിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 3 സ്പൂൺ അളവിൽ കോൺഫ്ലോറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ഓണിയൻ റിങ്സ് ഓരോന്നായിട്ട് ഈ ഒരു മാവിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് തിന്നായി പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ട് ഇരിക്കാൻ പാടില്ല. ഈ ഒരു രീതിക്കൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓണിയൻ റിങ്സ് ഓരോന്നായിട്ട് ഈ ഒരു മാവിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ്. ഞാനൊരു 4 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് പൊടിയിലേക്ക് നമ്മൾ മൈദയിൽ മുക്കിയ ഓണിയൻ റിങ്സ് ഓരോന്നായിട്ട് എടുത്ത് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഓണിയൻ റിങ്സ് റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.